2018 എന്ന ഇൻഡസ്ട്രിയൽ ഹിറ്റിന് ശേഷം ജൂഡ് ആൻ്റണി ജോസഫ് സംവിധാനം ചെയ്തിരിക്കുന്ന സിനിമ. അതാണ് തുടക്കം. സെൻട്രൽ ക്യാരക്ടർ നമ്മുടെ ലാലേട്ടൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ മായ. നെഗറ്റീവ് ഷെയ്ഡിൽ ആശിഷ് ജോയ് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ. ഇങ്ങനെ വരുമ്പോൾ അപ്പോൾ ഈ പടത്തിന് മുന്നോടിയായിട്ട് ഒരുപാട് ഇൻ്റർവ്യൂ ലാലേട്ടൻ ഫാമിലി അടക്കം ഇൻ്റർവ്യൂ വരുന്നത് നമ്മൾ കണ്ട് ഭയങ്കര വൈബായിരുന്നു. അപ്പോൾ അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, മകൾക്ക് ഇത്തിരി സ്റ്റേജ് ഫിയറും ഈ സ്ട്രേഞ്ചേഴ്സൊക്കെ ആദ്യമായിട്ട് വരുമ്പോൾ ഇൻ്റർവ്യൂ ആ സമയത്തൊക്കെ ഒരു പ്രശ്നം ഉണ്ട്, മിക്കവർക്കുള്ള ഒരു കാര്യമാണ്. അപ്പം അവളെ കംഫർട്ടബിളാക്കി കൂടെ ഫാമിലീനെ നിൽക്കുക, ലാലേട്ടന് നേതൃത്വം കൊടുക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അതിൽ. എനിക്ക് ഒരു ലാലേട്ട ഫാൻ എന്ന നിലയ്ക്ക് ഒരുപാട് പ്രൗഡ് തോന്നിയ കാര്യങ്ങളുണ്ടായിരുന്നു അതിൽ. മക്കൾക്ക് കൊടുക്കുന്ന ഇൻഡിവിജ്വാലിറ്റി. ഞാൻ ഫാദർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവിടെ ഒന്നുണ്ടോ? അതൊക്കെ ചുമ്മാ അങ്ങനെ ഒരു സാധനം ഇല്ല. നമ്മളൊരു ഇൻഡിവിജ്വൽ, അവർ വേറൊരു ഇൻഡിവിജ്വൽ, അവരങ്ങനെ വളർത്തി അവരുടെ ഒരു സ്പേസിൽ വളരാൻ വിട്ടു. എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നിയ കാര്യമാണ്. അതിൽ പറഞ്ഞ ഒരു കാര്യം, ലാലേട്ടൻ്റെ ആദ്യത്തെ പടം തിരനോട്ടം എന്ന് പറഞ്ഞാലും തുടക്കമാണ്. മകൻ്റെ ആദ്യത്തെ പടം ആദി എന്ന് പറഞ്ഞാലും തുടക്കമാണ്. ഈ പടവും തുടക്കം. അങ്ങനെ വരികയാണ്. നല്ല ഹൈപ്പ് കയറുന്നുണ്ടായിരുന്നു പടത്തിന്. ലാലേട്ട അതിൽ ഇൻ്റർവ്യൂവിലൊക്കെ ഇവരെ അഭിസംബോധന ചെയ്യുന്നത്, അതായത് മകനെ അയാളെന്നും മകളെ അവരെന്നുമാണ് പറയുന്നത്, അല്ലാതെ അവളെ അവൻ എന്ന് പറയില്ല. അത്രയും റെസ്പെക്റ്റ് കൊടുത്താണ് വളർത്തുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു. അങ്ങനെ സിനിമയിലേക്ക് വരുന്നു. സിനിമ കൊടൂര് ഹൈപ്പായിരുന്നു. പടത്തിലേക്ക് വരുമ്പം ഈ സിനിമ തീർച്ചയായിട്ടും ഫാമിലി ഓഡിയൻസിന്, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓണത്തിന് ഫാമിലി ആയിട്ട് ഒരു സിനിമ കാണുമ്പോൾ ഇതിൽ ട്രൈ ചെയ്യാം എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ എൻ്റെ ഇത് നോക്കി കഴിഞ്ഞാൽ എനിക്ക് കുറേ പോർഷൻസ് ഇതിന് നന്നായിട്ടുണ്ടായിരുന്നതായിട്ട് തോന്നി, കുറേയൊക്കെ ക്ലീശയായിട്ട് തോന്നി, കുറേയൊക്കെ വലിച്ച് നീട്ടിയതുപോലെ തോന്നി, കുറേ ക്രിഞ്ചായിട്ടും തോന്നി. അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് തുടക്കം. ഇനി ഇതിൻ്റെ പ്ലോട്ട് പറയാനാണെങ്കിൽ, ഒരു ഹൈ റേഞ്ച് പ്രദേശം, കുട്ടിക്കാനം കണ്ടോണെന്ന് തോന്നുന്നു. അവിടെ ഒരച്ഛൻ വില്ലേജ് ഓഫീസർ ട്രാൻസ്ഫർ ആയി വരുന്നു, ഷായ്കുമാർ, മകൾ മായ. അപ്പോൾ ഇവർ ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇവളെ കാണാതാവുന്നു. പിന്നീട് അങ്ങോട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ് പടത്തിൽ പറയുന്നത്. അതിനെ തുടർന്ന് കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പെർഫോമൻസ് പറയാനാണെങ്കിൽ മായയുടെ പെർഫോമൻസ് ചിലയിടത്തൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ചിലയിടത്തൊക്കെ ആദ്യത്തെ പടത്തിൻ്റെ പരിഭ്രമവും പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. ക്യാമറ ഫിയർ പോലത്തെ ഒരു സാധനം ഇടയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഭൂരിഭാഗം സമയത്തും ഇങ്ങനെ കഴുത്ത് പൊക്കി വെച്ച്, അച്ഛൻ അഭിമാനിയാണല്ലോ, അപ്പോൾ ഞാനൊന്ന് അഭിമാനിക്കാമെന്ന് വിചാരിച്ച് നടക്കും പോലെ തോന്നി. അങ്ങനെ അത്രയും അഭിമാനിക്കുന്നുണ്ട്. അടുത്ത പടത്തിൽ കുറച്ച് കഴുത്ത് താത്ത് വെച്ചാൽ കാണുമ്പോൾ കുറച്ചുകൂടി ഒരു ഗ്രേസ് ഉണ്ടാവും എന്ന് തോന്നി. അല്ലാതെ കുഴപ്പമായിരുന്നു. അവസാനത്തോടെ അടുക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഹൂ ഈസ് വിസ്മയ മോഹൻലാൽ എന്ന്. ഞാനതിപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഇത് അങ്ങനെ പോവുകയാണ്. അപ്പം ഇതിൽ ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ പോകുമ്പം ഇതിലൊരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും മിസ്സായിരിക്കുന്നത്, എങ്ങോട്ടായിരിക്കും പോയിക്കുന്നത്. പക്ഷേ അത് കാണിക്കുമ്പോൾ ഇവരതിലൊരു വെറൈറ്റി പിടിച്ചത്, അത് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് പാരലായിട്ട് ആ ടൈം ലൈനിൽ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നു. അതും കൂടി മിക്സ് ചെയ്താണ് പോകുന്നത്. അതൊരു പുതുമയുള്ള ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ പോകുന്നു. അപ്പോഴേക്കും ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ആശിഷ് വരുന്നുണ്ട്. ആശിഷ് മറ്റേ ചോക്ലേറ്റ് കാഫേ സാൻഡി മാസ്റ്റർ റോളാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഡയലോഗ്സ് അവസാനം അങ്ങോട്ട് കുറച്ചേ ഉള്ളൂ, അതിൽ ഡൗൺ ചെയ്തു. പക്ഷേ അവൻ നല്ല ഒരു ലുക്കും ആറ്റിറ്റ്യൂഡും ഒക്കെ ഉണ്ട്. ക്യാരക്ടർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാനാണ് വില്ലൻ എന്നുകൊണ്ട് ഓവറാക്കി കാണിച്ചായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ക്യാരക്ടർ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഞാനാണ് വില്ലൻ ആ ഒരു സാധനം തന്നെയാണ്. ആ മ്യൂസിക് വിട്ട്, മ്യൂസിക് പറയുമ്പോൾ ജെയ്ക്സ് ബിജോയ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ഒരു പാട്ടിൽ ഇവിടെ വളർന്നു വന്ന കാലഘട്ടം എസ്റ്റാബ്ലിഷ് ചെയ്ത് ആ പാട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് വിസ്മയുടെ അടുത്തൊരു ഇഷ്ടം, ആ ക്യാരക്ടറിൻ്റെ അടുത്തൊരു ഇഷ്ടം നമുക്ക് ഫീൽ ചെയ്യും. അതിനുശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി. പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറേ നാട്ടുകാരുടെ അതിന് മാത്രമുള്ള കുറേ റീസൺ ഉണ്ടോയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ ആൾക്കാർക്ക് വേറെ ജോലിയില്ലേ എന്നുള്ളത്. കുറച്ച് ഓവറായിട്ട്, കുറച്ച് ക്രിഞ്ചായിട്ട്. ജൂഡ് ആൻ്റണിക്ക് മിക്കവാറും മിക്ക സിനിമകളിൽ പറ്റണേ കുറച്ച് ചെറിയ ലൈറ്റായിട്ട് പോകേണ്ട സാധനം കുറച്ച് കയറ്റി വയ്ക്കും. അങ്ങനെ കയറ്റി വെച്ച പോലത്തെ എനിക്ക് കുറേ ക്രിഞ്ചടിച്ച് പിന്നെ അങ്ങോട്ട് പടം നീങ്ങുന്നില്ല. പിന്നെ അങ്ങോട്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്ത് വരുമെന്നുള്ളതായിരിക്കും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ ഒന്നും തീരാതെ നമ്മളെന്തോ പ്രെഡിക്റ്റ് ചെയ്തിരുന്നത് അത് തന്നെ സംഭവിക്കുന്ന രീതിയിൽ സേഫായിട്ട് ലാൻഡ് ചെയ്ത് അങ്ങ് തീർന്നിരിക്കുന്ന ഒരു സിനിമ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ക്ലൈമാക്സിൽ ഒരു സംഭവം ഉള്ളതുകൊണ്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആവും ഈ സിനിമ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഒരുപാട് നാടകീയ രംഗങ്ങൾ, ഒരുപാട് വലിച്ചു നീട്ടിയത്, ഒരാവശ്യമില്ലാത്ത കുറേ സീനുകൾ കുത്തിക്കയറ്റി വെച്ചിരിക്കും പോലെയാണ് രണ്ടാം പകുതി പോകുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഈ ഒരു അടുത്തെന്താവും എന്നറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ കഥയിൽ കഥയും പോട്ടെ, അത് തിരക്കഥയായിട്ട് സ്ക്രീൻ പ്ലേ ചെയ്ത് വന്നപ്പോഴേക്കും കുറച്ചുകൂടി എന്തെങ്കിലും പുതുമയുള്ള സാധനങ്ങൾ ചെയ്ത് വയ്ക്കാമെന്ന് തോന്നി. അങ്ങനെ യാതൊരു പണിയോ അല്ല എടുത്തു തരത്തി തോന്നിയില്ല. പക്ഷേ സിനിമോട്ടോഗ്രാഫിയിലും ബാക്കി മ്യൂസിക്, ടെക്നിക്കൽ പരിപാടിയൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് ഈ സിനിമയിൽ. തിയേറ്ററിൽ കാണേണ്ട മൊമെൻറ്റ്സ് പടത്തിലുണ്ട്. നമ്മളെ ലാലേട്ടൻ്റെ ക്യാമിയോ പറഞ്ഞില്ല. ഈ ലാലേട്ടൻ്റെ ക്യാമിയോയ്ക്ക് ആദിയിൽ ലാലേട്ടൻ വന്ന ക്യാമിയോയിട്ട് ഒരു ചെറിയ സിമിലാരിറ്റി ഉണ്ട്. എന്താണെന്ന് ഞാൻ പറയില്ല. എവിടെ വെച്ച് വരും, എപ്പോൾ വരും, എന്ന് വരും എന്നൊക്കെ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും. അതുകൊണ്ട് ഞാനത് റിവീൽ ചെയ്യുന്നില്ല.
ക്യാമിയോടെ കുറേ പരിപാടികൾ കൊള്ളായിരുന്നു, കുറച്ച് ക്ലാസ് എടുക്കും പോലെയായിരുന്നു. രസം ഉണ്ടായിരുന്നു, ഓക്കെ ആയിരുന്നു. പക്ഷെ അതിന് വേണ്ടിയിട്ട് ചെയ്തു വച്ചിരിക്കുന്ന സീനാണ് അത്. ഇപ്പോൾ ക്യാമിയോ എല്ലാ പടത്തിലും വരുമ്പോഴും അതാണ് ഇപ്പം വിധി, ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മളങ്ങ് ആസ്വദിച്ച് പോവുക എന്നുള്ളത് മാത്രമേ ഇതിനകത്തുള്ളൂ. ഈ പടത്തിൽ ഒരു ലോഡ് ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട്. ആ വേണമോ വേണ്ടെന്നുണ്ട് ഒരുപാട് പേര്. ബോബി കുര്യനുണ്ട്, പുള്ളി അവിടുത്തെ ഒരു അച്ചായൻ ക്യാരക്ടറാണ്, പുള്ളി സേഫായിട്ട് പുള്ളി ചെയ്തു പോയിട്ടുണ്ട്. മനോജ് കെ ജയൻ കുറച്ച് ദിവസത്തിന് ശേഷം റോളിൽ കാണാൻ പറ്റി. ഗണേഷ് കുമാറുണ്ട്, പിന്നെ അശ്വിൻ, എസ് ആ, കോട്ടെ രമേശ്, ജയ കുറുപ്പ്, ജാഫർ ഇടുക്കി ഇവർക്കൊക്കെ വളരെ ചെറിയൊരു റോളാണ്. ചിപ്പി, ടി ജി രവി, ജിബിൻ ഗോപിനാഥ് നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഒരു ചോറി വലിച്ച് അടിച്ചു കൊടുക്കാൻ തോന്നുന്ന ഒരു ക്യാരക്ടർ അയാൾ അതുപോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ദിനേശ് പ്രഭാകർ ഒരു ചെറിയ റോള്. ഷാനവാസ്, ബിഗ് ബോസിലെ ഷാനവാസ്, ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു പോലീസ് ഇങ്ങനെ നിൽക്കുന്നു, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കാണും. നമ്മളൊന്ന് പോക്കറ്റിലോട്ട് നോക്കിയിട്ട് സ്ക്രീൻ നോക്കിയാൽ കാണാൻ പറ്റുമല്ലോ. ആ ഒരു മിന്നായം പോലെ ഷാനവാസ് വന്നിട്ട് പോയി. എന്തിനാണ് അങ്ങനെ ഒരു റോൾ കൊടുത്തതെന്നാണ് ഞാൻ ആലോചിച്ചത്. ഷാനവാസ്, നന്ദു പൊതുവാൾ വീണ്ടും നമ്മുടെ സിനിമയിൽ നമ്മളെ മോഹിനിയാട്ടത്തിൽ തകർപ്പ റോളൊക്കെ ചെയ്തിട്ട് വീണ്ടും വഴിപോക്കലിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. അപ്പുണ്ണി ശശി, ഇവരൊക്കെ അവിടെ ഒറ്റയ്ക്ക് ഒന്നുമുണ്ട്. പക്ഷേ ഇവർക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല ഈ സിനിമയിൽ. മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് വിസ്മയുടെ ഒരു ഇത് തന്നെയാണ്. പിന്നെ ഇതിൽ ടെക്നിക്കൽ സൈഡ് ജെയ്ക്സ് ബിജോയ് ആസ് യൂഷ്വൽ ഗംഭീരമായിട്ട് പാട്ടുകളും ഇതും ചെയ്തിട്ടുണ്ട്. 1-2 പാട്ടുകളൊക്കെ വേണ്ടായിരുന്നു എന്ന് തോന്നി, നീട്ടിപ്പോയി പടം. സിനിമാറ്റോഗ്രാഫി ജോമോണ്ടി ജോണും അഖിൽ ജോർജും കൂടിയാണ് ചെയ്തിരുന്നത്. ഗംഭീര വർക്ക്. ഒരു ജൂഡ് ആൻ്റണിയുടെ നോർമൽ സിനിമയെന്ന് കാണുന്ന രീതിയിൽ വേറിട്ട് ഇത് ഫീൽ ചെയ്യുന്നതിൽ അവർ പങ്കുവച്ചിട്ടുണ്ട്. എഡിറ്റിംഗ് ചമൻ ചാക്കോ എക്സലൻറ്റ് വർക്ക്. സന്തോഷ് രാമൻ പ്രൊഡക്ഷൻ ഡിസൈൻ, വിഷ്ണു ഗോവിന്ദ് സൗണ്ട് ഡിസൈൻ, എല്ലാം പരിപാടി. ആക്ഷൻ കൊറിയോഗ്രഫി യാനിക് മെന്നും സ്റ്റണ്ട് സിൽവയും ചെറിയ റോളും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സിനിമ. ഇത് ഫാമിലിയായിട്ട് പോയി കാണാം. പക്ഷേ വേറെ പുതുമയും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു സ്റ്റാർട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്, അങ്ങനെ ഒന്നുമില്ല. ലാലേട്ടൻ വന്ന് കുറേ ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അത്രയ്ക്കുള്ളൂ ഈ സിനിമ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പറയില്ല ഇത് മോശം സിനിമ എന്നല്ല പറഞ്ഞത്, സ്ഥിരം ഒരു പ്രെഡിക്റ്റബിൾ സാധനം. അതിൽ ഒരു വിസ്മയ എന്നുള്ളൊരു ഫാക്ടർ നമുക്ക് തീർച്ചയായിട്ടും ലാലേട്ടൻ്റെ മകൾ അഭിനയിക്കുന്നുള്ള കൗതുകം ഇതുണ്ട്. ആ കൗതുകത്തോടെ കണ്ടു നിൽക്കാവുന്ന ഒരു സിനിമയാണിത്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.